നമസ്കാരം. ഇനി 3 വർഷം കൂടി ഭരിക്കാൻ ബാക്കിയുള്ള ട്രംപ് അമേരിക്കയെ ഒരു പരുവമാക്കി മാത്രമേ മടങ്ങൂ എന്ന് തീർച്ചയാണ്. ട്രംപ് മടങ്ങുമ്പോഴേക്കും അമേരിക്കയുടെ സഖ്യകക്ഷികൾ പലതും വ്യത്യസ്തമായ പാതയിലൂടെ സഞ്ചരിച്ച് കാണും. 30-ലധികം ചെറു യൂറോപ്യൻ രാജ്യങ്ങളാണ് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും ഒക്കെ തണലിൽ നാറ്റോ എന്ന ഒരു കുടക്കീഴിൽ സുരക്ഷിതത്വം അനുഭവിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് എന്നാൽ അവരെയൊക്കെ നിരാശപ്പെടുത്തുന്നു. നാറ്റോ നിങ്ങളുടെ കാര്യം നോക്കിക്കോണം, ഞാൻ അമേരിക്കയുടെ കാര്യം മാത്രമേ നോക്കൂ എന്ന് പറഞ്ഞ് സഖ്യകക്ഷികൾക്കെതിരെ പോലും ട്രംപ് നിലപാടെടുക്കുന്നു. ഇതോടെ അമേരിക്കയെ വിശ്വസിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന തോന്നൽ സഖ്യകക്ഷികൾക്കുണ്ടാവുന്നു. അതുകൊണ്ടാണ് കാനഡയുടെ പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനെ കാണാൻ ചൈനയ്ക്ക് പോകുന്നത്. അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് പോലെ പ്രവർത്തിച്ചിരുന്ന കാനഡ ചൈനയുമായി ഒരിക്കലും ഒരു ബാന്ധവത്തിന് ശ്രമിച്ചിരുന്നില്ല. എന്നാൽ ട്രംപ് തോന്നിയതുപോലെ വ്യാപാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തുടങ്ങിയതോടെ അമേരിക്കയെ മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് കാനഡയ്ക്ക് ബോധ്യമാവുകയും കനേഡിയൻ പ്രധാനമന്ത്രി ചൈനയ്ക്ക് പോവുകയും ചെയ്തതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമായ ഡെൻമാർക്കിനെ തേച്ച് അവരുടെ ഏറ്റവും സുപ്രധാനമായ ആർട്ടിക് റീജിയനിലെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും എന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷി ബ്രിട്ടൻ പറഞ്ഞത് ഗ്രീൻലാൻഡിനെ സംരക്ഷിക്കാൻ സേനയെ അയക്കുമെന്നാണ്. ഇക്കാര്യത്തിന് വേണ്ടി ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ നാറ്റോ സഖ്യത്തിനുള്ളിൽ വലിയ ഭിന്നത ശക്തമായിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഈ സാഹചര്യത്തിലാണ് നാറ്റോയെ വിശ്വസിച്ച് അധികകാലം മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് നാറ്റോയെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന മറ്റു പല രാജ്യങ്ങൾക്കും തോന്നി തുടങ്ങിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അറബ് രാജ്യങ്ങളാണ്. UAEയും ഖത്തറും സൗദിയും അടങ്ങുന്ന അറബ് രാജ്യങ്ങൾ അമേരിക്കയും നാറ്റോയും തങ്ങളെ സംരക്ഷിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളോട് ഏറ്റുമുട്ടി മുമ്പോട്ട് പോയത്. എന്നാൽ ഖത്തറിൽ കയറി ഇസ്രായേൽ ആക്രമണം നടത്തിയതോടെ ആ ആത്മവിശ്വാസത്തിന് കോട്ടം തട്ടി. ഇപ്പോഴിതാ നാറ്റോ സഖ്യത്തിൽ ഭിന്നത രൂപപ്പെട്ടതോടെ ബദൽ സഖ്യങ്ങൾക്കുള്ള ശ്രമങ്ങൾ ഇവരാരംഭിച്ചു കഴിഞ്ഞു. അത്തരത്തിലുള്ള ആദ്യത്തെ നീക്കമായിരുന്നു സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ കരാർ. ഇത് വാസ്തവത്തിൽ ഞെട്ടിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ പരമ്പരാഗതമായി നല്ല ബന്ധത്തിലാണ്. ഇന്ത്യ ഒരു ഹൈന്ദവ ഭൂരിപക്ഷ രാജ്യമാണെങ്കിലും അത്തരത്തിൽ ഒരു ആശങ്ക സൗദി അറേബ്യയ്ക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. മോദി അധികാരത്തിൽ വന്നതോടെ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായി. സൗദി എന്ന രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നത പുരസ്കാരം വരെ മോദിക്ക് കൊടുത്താണ് അവർ ഇൻഡോ സൗദി സഖ്യം നിലനിർത്തിയത്. പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന് തിരിച്ചറിഞ്ഞ് പതിയെ പതിയെ സ്വാതന്ത്ര്യത്തിന് വാതിലുകൾ തുറന്നു വരുന്ന സൗദി അറേബ്യ അതിനെ ആശ്രയിച്ചത് ഇന്ത്യയാണ്. സൗദിയുടെ ഏറ്റവും വലിയ 2 വ്യാപാര പങ്കാളികളിൽ ഒന്ന് ഇന്ത്യയാണ്. ശതകോടികളുടെ കച്ചവടമാണ് ഇന്ത്യയും സൗദിയും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനേറെ ഏതാണ്ട് 20-25 ലക്ഷം ഇന്ത്യക്കാർ സൗദിയിൽ പണിയെടുക്കുന്നു. അനേകം പേർ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരാണ്. കോടീശ്വരന്മാരായ മലയാളികൾ പോലും സൗദിയിലെ ബിസിനസ്സുകാരായുണ്ട്. അങ്ങനെ ഇന്ത്യയും സൗദിയും തമ്മിൽ ഊഷ്മളമായ ബന്ധം നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ ബദ്ധശത്രുവായ പാകിസ്ഥാനുമായി സൗദി അറേബ്യ പ്രതിരോധ കരാറിൽ ഏർപ്പെടുന്നത്. ഇന്ത്യ പരസ്യമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും സൗദി ഇസ്രായേലിനെ ഉന്നം വെച്ചാണ് എന്ന് വ്യക്തമാക്കിയെങ്കിലും ഇന്ത്യക്ക് അതൃപ്തിയുണ്ട്. സൗദിയുടെ കണ്ണ് പാകിസ്ഥാന്റെ അണുവായുധത്തിൽ മാത്രമാണ്. പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ശക്തിയോ സാങ്കേതിക ശക്തിയോ ഇല്ലെങ്കിലും അവർക്ക് അണുബോംബുണ്ട് എന്നത് സൗദിക്ക് ആത്മധൈര്യം കൊടുക്കുന്നു. ഇത് ഇന്ത്യ ജാഗ്രതയോടെ കൈകാര്യം ചെയ്തു വരികയാണ്. അതിൻ്റെ ഏറ്റവും വലിയ സൂചനയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഫണ്ട് പിരിക്കാൻ വേണ്ടി പിണറായി വിജയൻ അറബ് രാജ്യങ്ങളിലൂടെ സന്ദർശനം നടത്തിയപ്പോൾ സൗദിയിൽ പോവാൻ അനുമതി നിഷേധിച്ചത്. ഖത്തറിലും കുവൈറ്റിലും UAEയിലും ബഹ്റൈനിലും ഒമാനിലുമൊക്കെ പിണറായിക്ക് പോകാൻ അനുമതി കൊടുത്തെങ്കിലും സൗദിയിൽ പോകാൻ അനുമതി കൊടുത്തില്ല. എന്ന് വെച്ചാൽ പരസ്യമായി പറയുന്നില്ലെങ്കിലും ഇന്ത്യയും സൗദിയും തമ്മിൽ കൃത്യമായ അകലം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഈ അകലം ഇനിയും വർദ്ധിക്കും എന്നതിന് സൂചനയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത. സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ കരാറിലേക്ക് തുർക്കി കൂടി കടന്നു വരികയാണ്. തുർക്കിയും സൗദിയും പാകിസ്ഥാനും ഒരുമിച്ച് പ്രതിരോധ സംവിധാനം കെട്ടിയുയർത്താനാണ് നീക്കമെന്ന് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. സംയുക്ത ആയുധ നിർമ്മാണവും സംയുക്ത പ്രതിരോധവുമാണ് ഈ സഖ്യത്തിന്റെ ലക്ഷ്യമെന്നാണ് ബ്ലൂംബെർഗിന്റെ ഇന്ന് രാവിലെ ഞാൻ വായിച്ച റിപ്പോർട്ടിൽ കണ്ടത്. സൗദി അറേബ്യ പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന ശതകോടികളുടെ ലോൺ എഴുതി തള്ളും. ആ പണം പ്രതിരോധ നിർമ്മാണ മേഖലയിലേക്ക് നീക്കിവയ്ക്കും സൗദിയുടെ വിഹിതമായി. തുർക്കി ഇതിനോടകം തന്നെ ആയുധ നിർമ്മാണത്തിൽ വലിയ കുതിപ്പുണ്ടാക്കുന്നുണ്ട്. തുർക്കിയുടെയും പാകിസ്ഥാന്റെയും സാങ്കേതിക മികവ് സൗദിയുടെ സഹായത്തോടെ ഒരുമിച്ച് വളർത്തിയെടുക്കാനാണ് നീക്കം. 3 രാജ്യങ്ങളും സംയുക്തമായി
പരസ്പരം സഹകരിക്കുന്ന തരത്തിൽ സായുധ സഹകരണം പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും ഇന്ത്യ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയും തുർക്കിയും തമ്മിൽ അത്ര നല്ല ബന്ധം അല്ലാത്തതുകൊണ്ട്. ആകപ്പാട് തുർക്കിയിൽ 2000-3000 ഇന്ത്യക്കാർ മാത്രമാണുള്ളത്. തുർക്കിയും ഇന്ത്യയും തമ്മിൽ ദീർഘകാലമായി നല്ല രസത്തിലല്ല. ആർട്ടിക്കിൾ 370 റദ്ദാക്കി കശ്മീരിന്റെ സ്വയംഭരണാവകാശം ഇല്ലാതാക്കിയതോടെ ഇന്ത്യക്കെതിരെ ശക്തമായ നിലപാടാണ് തുർക്കി എടുത്തത്. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനൊപ്പമാണ് തുർക്കി. കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്ന് തുർക്കി ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. പുൽവാമയിലും പഹൽഗാമിലുമൊക്കെ പാക് ഭീകരവാദികൾ ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയായിരുന്നു തുർക്കി. തുടർന്ന് ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും ഇന്ത്യക്കാർ തുർക്കിയിലേക്ക് ടൂറിന് പോകുന്നത് പോലും നിർത്തുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാന് സഹായഹസ്തം നൽകിയത് തുർക്കിയായിരുന്നു. പാകിസ്ഥാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും അകലം പാലിക്കുന്ന രാജ്യമായി തുർക്കി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ തുർക്കിയും സൗദി അറേബ്യയും പാകിസ്ഥാനും ഒരുമിച്ച് നിൽക്കുന്നത് ഇന്ത്യ ഏറെ ജാഗ്രതയോടെയും കരുതലോടെയും കാണേണ്ടതാണ്. പാകിസ്ഥാന്റെ ആത്യന്തികമായ ലക്ഷ്യം ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തി കശ്മീരിനെ സ്വതന്ത്രമാക്കുകയാണ്. അത്തരം ഗൂഢനീക്കങ്ങൾക്ക് സൗദിയുടെയും തുർക്കിയുടെയും സഹായം കിട്ടുന്നത് ഇന്ത്യക്ക് ഒട്ടും ഗുണം ചെയ്യില്ല. മാത്രമല്ല, അത്തരം ഏതെങ്കിലും നീക്കം ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം വഷളാക്കിയാൽ അത് വലിയ തിരിച്ചടിയായി മാറും. പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തമായ രാജ്യമെന്ന നിലയിൽ സൗദി അറേബ്യയുമായി എക്കാലത്തും സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും വഴിയാണ് ഇന്ത്യ തേടുന്നത്. സൗദിയും ഇന്ത്യയും തമ്മിൽ ഭിന്നിക്കുന്നത്, അകലം പാലിക്കുന്നത് ഇന്ത്യക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുമായി ഇന്ത്യ കൃത്യമായ സ്ട്രാറ്റജിയുടെ ഭാഗമായി പുലർത്തിക്കൊണ്ടുവരുന്ന ഊഷ്മളമായ ബന്ധത്തിന് അത് മുറിവേൽപ്പിക്കും. എന്തായാലും തുർക്കിയും പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള പ്രതിരോധ കരാർ വാർത്ത ഇന്ത്യക്കൊട്ടും സന്തുഷ്ടി പകരുന്നതല്ല എന്ന് തീർച്ച.